നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ അമ്മ എനിക്കെല്ലാം ചെയ്തു തരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഇതെല്ലാം എന്റെ അച്ഛൻ ചെയ്തു തരുന്ന എനിക്കിഷ്ടം. അച്ഛൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും, മുഖം ഓർമ്മയില്ലെങ്കിലും അച്ഛൻ എനിക്കിതൊക്കെ ചെയ്തു തരും കേട്ടോ, സ്വപ്നത്തില്. കുട്ടികളുടെ കലാപരിപാടികളാണ് ബാക്കിയുണ്ടായിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യാതിഥി എത്തിച്ചേർന്ന സ്ഥിതിക്ക് നമുക്ക് സ്വീകരണ ചടങ്ങിലേക്ക് കടക്കാം. നമ്മുടെ മുഖ്യാതിഥിക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. കണ്ടിന്യൂ ചെയ്തു. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച് മാം. ഏറെ ജോലി തിരക്കുള്ള ആളാണെങ്കിലും നമ്മുടെ കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ കണ്ടിരിക്കാൻ സമയം നീക്കിവെക്കാമെന്നാണ് നമ്മുടെ കളക്ടർ മാഡം പറയുന്നത്. ദാറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു മാഡം. മോളുടേത് വലിയ മനസ്സാ പല കാര്യത്തിലും. ശാലിനി, ഇത് നിനക്കുള്ള അഭിനന്ദനമാണ്, ഞാനല്ല ഇതിനവകാശി. ഇനിയൊരു തകർപ്പൻ പെർഫോമൻസിന് കളമൊരുങ്ങുകയാണ്. ലെറ്റ്സ് വെൽക്കം പത്മിനി ആൻഡ് സത്യഭാമ. Come on, dears. ഇനി നമുക്ക് കാണാം പപ്പിമോളുടെയും സത്യമോളുടെയും ഒരു കിടക്കാച്ചി പെർഫോമൻസ്. അങ്ങോട്ട് പൊടിച്ചെടുക്കും മക്കളെ. മോളെ, ആ നിൽക്കുന്ന എന്റെ കൊച്ചുമോളാ. ആര്? സത്യഭാമയോ? അല്ല, മറ്റേ കുട്ടി പത്മിനി. സത്യഭാമ എന്ന പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു. അയ്യോ, അതൊരു യാദൃശ്ചികത മാത്ര. പപ്പിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ സത്യ. നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ? അച്ഛനമ്മമാരെയൊക്കെ പരിചയമുണ്ടോ? ആരെയും നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരി. ആ കുട്ടിയുടെ അമ്മ ഏതോ വലിയ ഓഫീസറാണെന്നാ പറയുന്നത്.
ഇനി സത്യമോള് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാന്ന് പറയും. പറഞ്ഞു മോളെ. എന്റെ എല്ലാ കാര്യവും എനിക്ക് ചെയ്തു തരുന്നത് എന്റെ അമ്മയാ. അമ്മമ്മയും മുത്തശ്ശനും വീട്ടിലുണ്ടെങ്കിലും എന്റെ കാര്യങ്ങളെല്ലാം എന്റെ അമ്മ തന്നെയാ നോക്കുന്നത്. അമ്മ വലിയ ഓഫീസറാ, ഒരുപാട് തിരക്കുണ്ട്. പക്ഷെ എന്നും എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് അമ്മയാ. സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നത് അമ്മ തന്നെയാ. ഞാൻ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് എന്തോ ഉള്ളൂ. പപ്പി പറഞ്ഞതുപോലെ എന്നെ കുളിപ്പിക്കും, കണ്ണെഴുതിക്കും, പൊട്ടു തൊടിക്കും, ഭക്ഷണം വാരിത്തരും. അസുഖം വരുമ്പോ മരുന്ന് തന്ന് അസുഖം മാറുന്ന വരെ ഉറങ്ങാതെ കാത്തിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം വേറൊരാളെയാ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് ഒരു ഓർമ്മയില്ലാത്ത ഒരാളെ, എന്റെ അച്ഛനെ. എന്റെ അമ്മ എനിക്കെല്ലാം ചെയ്തു തരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇതെല്ലാം എന്റെ അച്ഛൻ ചെയ്തു തരുന്ന എനിക്കിഷ്ടം. അച്ഛൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും, മുഖം ഓർമ്മയില്ലെങ്കിലും അച്ഛൻ എനിക്കിതൊക്കെ ചെയ്തു തരും കേട്ടോ, സ്വപ്നത്തില്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് അമ്മയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അമ്മ എനിക്ക് ജീവനാ. പക്ഷെ അച്ഛനെ എനിക്ക് വേണം. ലവ് യു അമ്മ, യു ആർ മൈ ലൈഫ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.